Hello everyone, it's me Chandru and ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റോൾ ഓഫ് എൻവയോൺമെൻറ്റ് ഓൺ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതായത് ഡെവലപ്മെൻറ്റിൽ എൻവയോൺമെൻറ്റിൻ്റെ റോൾ എത്രത്തോളം ഉണ്ട് എന്നതാണ് ഇന്നത്തെ ടോപ്പിക്ക്. ഓക്കെ, അപ്പോൾ റോൾ ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന ടോപ്പിക്കാണ് കേട്ടിട്ട് സിലബസിലുള്ളത്. അപ്പോൾ നമ്മളതിൽ റോൾ ഓഫ് ഹെറിഡിറ്റി ചെയ്തു. ഇനി ഇത് സെക്കൻഡ് വീഡിയോ ആണ് റോൾ ഓഫ് എൻവയോൺമെൻറ്റ് ഓൺ ഡെവലപ്മെൻറ്റ്. അപ്പോൾ നമ്മൾ സൈക്കോളജിയുടെ പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കാവുന്നതാണ്. നമ്മൾ ഈ ടോപ്പിക്ക് വരെയാണ് നിലവിൽ എത്തിയിട്ടുള്ളത്. ഓക്കെ, അതായത് അഡോളസൻറ്റ് സൈക്കോളജിയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പോവുകയാണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിൻറ്റ്സ് ആണ് ഇതിലുള്ളത് ഈ വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മളുടെ ഡെവലപ്മെൻറ്റിൽ എൻവയോൺമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോളുണ്ട്. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ജനറ്റിക് ഫാക്ടേഴ്സിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്ന് നമ്മൾ നോക്കി. അതുപോലെ തന്നെയാണ് നമ്മുടെ ഡെവലപ്മെൻറ്റിൽ എൻവയോൺമെൻറ്റിന് ഇമ്പോർട്ടൻ്റ് റോളുണ്ട്, പ്രത്യേകിച്ച് സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റിൽ. ഓക്കെ, കാരണം ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി വരും, ഫ്രണ്ട്സ് വരും, കൾച്ചർ വരും, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, എഡ്യൂക്കേഷൻ, ഫിസിക്കൽ സറൗണ്ടിങ്സ്, ഇതെല്ലാം നമ്മളുടെ എൻവയോൺമെൻറ്റിൽ വരും. ഓക്കെ, ഇത് നമ്മളുടെ കൊഗ്നിറ്റീവ്, ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യും. കാരണം ഇതിൽ നിന്ന് നമ്മളെപ്പോഴും എൻവയോൺമെൻറ്റിൽ നിന്ന് നമുക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട്, ഒരു മോട്ടിവേഷൻ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇമിറ്റേഷനിലൂടെ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ ഭൗതികമായിട്ട്, ഇമോഷണലായിട്ട്, അതുപോലെ തന്നെ സോഷ്യൽ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നല്ലൊരു സപ്പോർട്ടീവ് ഫാമിലി എൻവയോൺമെൻറ്റ് ആണെങ്കിൽ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഹെൽത്തി ഇമോഷണൽ ഡെവലപ്മെൻറ്റിൽ സാധിക്കും, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഡെവലപ്മെൻറ്റിൽ അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിപ്പോൾ വയലൻസ് ആണ് അല്ലെങ്കിൽ നമ്മളുടെ എൻവയോൺമെൻറ്റിൽ നമുക്കുള്ളത്, അല്ലെങ്കിൽ പൊവേർട്ടി ആണെങ്കിൽ അത് നമ്മളുടെ ഡെവലപ്മെൻറ്റിൽ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. ഓക്കെ, പറഞ്ഞ എത്രേ ഉള്ളൂ, ഒരു പോസിറ്റീവ് എൻവയോൺമെൻറ്റ് ആണെങ്കിൽ അത് നമ്മളുടെ ഇമോഷണൽ ഡെവലപ്മെൻറ്റിന് വളരെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളുടെ ഏറ്റവും ഫസ്റ്റ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് തന്നെ ഫാമിലിയാണ്. അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഇൻഫ്ലുവൻസ്, അതായത് നമ്മളെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാമിലി ആ എൻവയോൺമെൻ്റ് ആണ്. ഓക്കെ, അതിനകത്ത് വരുവാണെങ്കിൽ പാരൻറ്റിങ് സ്റ്റൈൽസ്, ഫാമിലി ഡൈനാമിക്സ്, പിന്നെ പാരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്സ്, ഇതൊക്കെ എന്താണ് ഒരു കുട്ടിയുടെ ഭൗതികമായിട്ട് അല്ലെങ്കിൽ ഇമോഷണൽ സോഷ്യൽ ഡെവലപ്മെൻറ്റിൽ ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതെല്ലാം നമ്മളുടെ എൻവയോൺമെൻറ്റിൽ വരും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എൻവയോൺമെൻറ്റിൽ നിന്ന് നമ്മൾ ഒത്തിരി ഇൻഫ്ലുവൻസ് ആവാറുണ്ട് നമ്മളുടെ ചൈൽഡ്ഹുഡിലും അഡോളസൻസിലും. കാരണം ഇമിറ്റേഷനിലൂടെയൊക്കെയാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് ഈ അഡോളസൻ പീരീഡിൽ വിത്ത് ഫ്രണ്ട്സ്. ഓക്കെ, അതിലൂടെ നമുക്ക് സോഷ്യൽ സ്കിൽസ്, സെൽഫ് എസ്റ്റീം ആൻഡ് ഈ സമയത്താണ് നമ്മളുടെ ഐഡൻറ്റിറ്റി ഫോർമേഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ എൻവയോൺമെൻറ്റ് വളരെ ക്രൂഷ്യലാണ് നമ്മളുടെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ ഫോർമേഷനിൽ. ഓക്കെ, അതുപോലെ തന്നെ കുറേ ക്രിട്ടിക്കൽ വാല്യൂസ്, ബിലീഫ്സ്, ഇതൊക്കെ നമുക്ക് കിട്ടുന്നത് നമ്മളുടെ എൻവയോൺമെൻറ്റിൽ നിന്നാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് നമ്മളുടെ സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ബിഹേവിയേഴ്സ്, അതുപോലെ തന്നെ സോഷ്യൽ, നമ്മുടെ സമൂഹത്തിൽ ഏതൊക്കെ റൂൾസൊക്കെ പാലിക്കണം, അതുപോലെ തന്നെ ഇമോഷണൽ എക്സ്പ്രഷൻ, ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് നമ്മളുടെ എൻവയോൺമെൻറ്റിൽ നിന്നാണ്. ഇത് നമ്മളുടെ ഓവറോൾ ഡെവലപ്മെൻറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് കൂടിയാണ്. അതുപോലെ തന്നെ ഇൻകം, എഡ്യൂക്കേഷൻ, ഇൻകത്തിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നല്ലൊരു ഇൻകം, എഡ്യൂക്കേഷൻ, ഒക്യുപ്പേഷൻ, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ആക്സസ്, നമുക്ക് കൂടുതൽ, ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം, നല്ല ഇൻകം ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ നല്ല റിസോഴ്സസ് നമുക്ക് കിട്ടും. ഓക്കെ, കാരണം ഇൻകത്തിനെ ബേസ് ചെയ്തിട്ടാണ് മിക്ക റിസോഴ്സസ് നമുക്ക് കിട്ടുന്നത്. കാരണം നല്ല ഇൻകം ഉണ്ടെങ്കിൽ നല്ല ഫുഡ് കിട്ടും, നല്ല സൗകര്യങ്ങൾ നമുക്ക് കിട്ടും. ഓക്കെ, അതുപോലെ നല്ല ബെറ്റർ എഡ്യൂക്കേഷൻ കിട്ടും, ഒക്യുപ്പേഷൻ കിട്ടും. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ഓവറോൾ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ നമ്മളുടെ സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ഇൻകം, എഡ്യൂക്കേഷൻ, ഒക്യുപ്പേഷനൊക്കെ. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം എൻവയോൺമെൻറ്റിൽ വരും. അതുപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ അതൊരു എൻവയോൺമെൻറ്റ് തന്നെയാണ്. അതുവഴി നമ്മളുടെ ഭൗതികമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ അക്കാഡമിക് അച്ചീവ്മെൻറ്റ്, ഇതൊക്കെ ഇൻക്രീസ് ചെയ്യും. പിന്നെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, ടീച്ചിങ് മെത്തേഡ്സ്, ഓക്കെ, സ്കൂൾ ക്ലൈമറ്റ്, ഇതൊക്കെ നമ്മളുടെ ഡെവലപ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അതുപോലെ തന്നെ സെൽഫ് എസ്റ്റീമും. ഓക്കെ, അപ്പോൾ നല്ലൊരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കുന്ന വഴി അവരുടെ ഒരു പ്രോപ്പർ ഡെവലപ്മെൻറ്റിന്
ഇത് സഹായിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഫിസിക്കൽ സറൗണ്ടിങ്സ് നമ്മൾ പറഞ്ഞു, ഹോം ആൻഡ് നെയ്ബർഹുഡ്, ഇതൊക്കെ സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. കാരണം സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മളുടെ ക്രിയേറ്റിവിറ്റി ഓഫ് കോഴ്സ് ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മളുടെ ഹെൽത്തും തീർച്ചയായിട്ടും മെച്ചപ്പെടും. ഓക്കെ, അപ്പോൾ ആ രീതിയിലുള്ള എൻവയോൺമെൻറ്റാണ് നമുക്ക് വേണ്ടത്. പ്രത്യേകിച്ച് കുട്ടികൾക്ക്, അഡോളസെൻ്റ് പീരീഡിലുള്ള കുട്ടികൾക്ക് അവരുടെ ഒരു പ്രോപ്പർ ഡെവലപ്മെൻറ്റിന് ഈ രീതിയിലുള്ള സേഫ് ആൻഡ് സ്റ്റിമുലേറ്റീവ് എൻവയോൺമെൻറ്റ് അവർക്ക് കിട്ടണം. പിന്നെ പറയുവാണെങ്കിൽ നമ്മളുടെ മീഡിയ വരുന്നുണ്ട്, ടെലിവിഷൻ, ഇൻ്റർനെറ്റ്. ഇതും ഇന്നത്തെ ടൈമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു എൻവയോൺമെൻറ്റാണ്, നമ്മളുടെ സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് കൂടിയാണ്, പ്രത്യേകിച്ച് കുട്ടികളുടെ അഡോളസെൻ്റ് ഏജിലുള്ളവരുടെ. അത് കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് മീഡിയ ആണ് പല ആറ്റിറ്റ്യൂഡുകൾ നമുക്ക് നൽകുന്ന, വാല്യൂസ്, ബിഹേവിയേഴ്സൊക്കെ നൽകുന്നത്. അപ്പോൾ ഇതൊരു പ്രോപ്പർ ഡെവലപ്മെൻറ്റിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു സമ്മറി ആയിട്ട് പറയുവാണെങ്കിൽ, അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇത് നമുക്കിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് അല്ലെങ്കിൽ മനസ്സിലാക്കാവുന്ന ഒരു ടോപ്പിക്കാണ്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ആ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഇതിനകത്ത് കൂടുതൽ ടോപ്പിക്സ് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഈ വരുന്ന ടൈമുകളിൽ ഈ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സമ്മറി ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എൻവയോൺമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജനറ്റിക് ഫാക്ടേഴ്സ് നമുക്ക് ജനനത്തോടു കൂടി കിട്ടുന്നതാണ്. അതുവഴി നമ്മളുടെ ഡെവലപ്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ എൻവയോൺമെൻറ്റും. നമ്മളുടെ ഒരു പ്രോപ്പർ ഡെവലപ്മെൻറ്റിൽ വളരെയധികം ഇൻഫ്ലുവൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു എൻവയോൺമെൻറ്റ് ഒരു കുട്ടികൾക്ക് കൊടുക്കാനായി കഴിഞ്ഞാൽ അവരുടെ ഒരു പ്രോപ്പർ ഡെവലപ്മെൻറ്റ് കൂടി സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ടോപ്പിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീണ്ടും ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യും. ഓക്കെ, പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ പോയിൻറ്റ്സൊക്കെ മനസ്സിലാക്കി വയ്ക്കുക, അത്രയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാണ്ട് ബൈ ഹാർട്ട് പഠിക്കാൻ പോകരുത്. കാരണം ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് വരത്തുള്ളൂ. അല്ലാതെ റോൾ ഓഫ് എൻവയോൺമെൻറ്റ് ഓൺ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു എസ്സേ എഴുതാനൊന്നും കേട്ടിട്ടിൽ വരില്ല. ഓക്കെ, അപ്പോൾ ആ കാര്യം മനസ്സിലാക്കി വയ്ക്കുക. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ഓൾ ഓവർ ദ സിലബസ് നിങ്ങളിപ്പോൾ കാറ്റഗറി 3യുടെ സിലബസാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. സൈക്കോളജി ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഓക്കെ, അപ്പോൾ അതിൽ എന്തൊക്കെയാണ് വരുന്ന ഓരോ ടോപ്പിക്കും മനസ്സിലാക്കി വയ്ക്കാൻ ശ്രമിക്കുക. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ് ടോപ്പിക്കിൽ. ഓക്കെ, ബൈ.